I can't believe this. കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തിയെ ചോരപ്പാടനൊന്ന് FIR റിപ്പോർട്ടിൽ നിന്ന് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം. പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങേരാണെന്ന് വിചാരിച്ചില്ല. ഈ പോൾ സാറിന്റെ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് എന്നാ പ്രശ്നം? ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് കാണണമെന്നില്ല, ഒരു മിഡിൽ മാന്റെ വേഷം. മറ്റാർക്കോ വേണ്ടി കൊലപാതകയെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ. പണത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെയോ പേര്. ഇനി എങ്ങനെ അയാളുടെ കൂടെ എടുത്ത് സ്മാള് കഴിക്കുന്നേ? ഇപ്പോഴോർക്കുമ്പോഴാ പുതുപ്പള്ളി ഭാഗത്തൊരു തോട്ടം റബ്ബറാ ഈ രാജഗോപാല മേടിച്ചെന്നൊരു ന്യൂസ് കേട്ടായിരുന്നു. തോട്ടം എന്ന് പറഞ്ഞാ എത്ര? കേട്ടറിവാന്നേ ഒരു 10-25 ഏക്കർ കാണും. അതിനുള്ള കാശൊക്കെ കുഞ്ഞച്ചാ അതൊന്നും അറിയണമല്ലോ, എന്നാ വിലയ്ക്ക് ആരുടെ എന്നാന്നൊക്കെ. അതേറ്റു. ഡേവിഡേ, ജയിലിൽ വെച്ച് ആനയെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ജയിൽ വാർഡന്റെ എക്സ്പ്ലനേഷൻ എന്നതായിരുന്നു? എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. സാറ് പറയുന്നത് അതൊരു മർഡർ അറ്റംപ്റ്റ് ആവാം. There is a chance. യെസ്. ആ മുടിഞ്ഞ വക്കീലിന്റെ വായിക്കരിയുടെ എന്നാ കൊടുക്കേണ്ടി വരും ആർക്കറിയാം. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ. നീ കണ്ണി കണ്ടിടത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ കളയണ്ട. ആ പേപ്പറൊക്കെ ഇല്ലേ നോക്ക്. ഒന്ന് തിളക്കം വെച്ചിട്ടുണ്ട്. കുറച്ചാളകത്ത് കിടന്നതിന്റെ ആയിരിക്കും. ഓ പതുക്കെ വെപ്പുവല് തെറിച്ച് താഴെ പോവും. എന്നാ പൂവല്ലേ? എവിടേക്കാ പോവല്ലേ എന്ന്? പോലീസ് പിടിച്ചെടുക്കുമ്പോഴും കോടതിയും ജയിലും നിരങ്ങുമ്പോഴേ ഒരുത്തരെയും കാണില്ല 10 പൈസ ഒന്ന് സഹായിക്കാൻ. ഇന്നാടി ഇപ്പൊ പൂവല്ലേ? ഞാൻ വരാം. ശരി. Fashion TV. ഏതവനാടാ ഈ സമയത്ത്? FTV. എടോ പന്നം പിള്ള എത്താൻ ജയിലിനകത്ത് കൊട്ടേഷൻ ബിസിനസ് നടത്തുവാണോ? എന്നതാ ദാണ്ട ദേഹത്തോട്ട് കളിച്ചാലുണ്ടല്ലോ, താൻ ആരുവാ? അയ്യോ, ഇവിടെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല അല്ലയോടാ? നിന്റെ വനിതാ ജയിലിലെ ഭരണം ഇന്നത്തോടെ തീരുവാ. തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതകം അറിയുകയും ചെയ്യുന്നു. ആയുസ് ഒടുങ്ങുന്നവരെ നീ സെൻട്രൽ ജയിലിനകത്താണ്. എന്റെ പൊന്ന് ഡേവിഡ്, അപ്പൊ നിനക്ക് എന്നെ അറിയാം. ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത്? ഒരബദ്ധം പറ്റിയതാന്നേ. എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം. എന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടണം. പിള്ളേര് 4, ഒന്നുപോലും പച്ച പിടിച്ചിട്ടില്ല. പാവാ പ്രാരാബ്ധകാരനാ. പുള്ളിയെ വിട്ടേക്കാം. പുള്ളിക്കാരൻ ബൈനാക്കോഴ്സിലൂടെ പെണ്ണുങ്ങളെ കുളി തന്നെ കണ്ട് ജീവിച്ചോട്ടെ. എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. പൊന്നണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ. വർഗീസ് MC പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ്. അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളയ്ക്ക് ആനയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ്. എന്നുവെച്ചാൽ MC പോൾ തന്നെയാണ് ഇതിന്റെ പുറകിൽ. എന്തിന്? കുഞ്ഞച്ചനും സെയ്തും കൊണ്ടുവന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. അതെ, പുതുപ്പള്ളിയിലെ രാജഗോപാലൻ മേടിച്ച തോട്ടം മലങ്കര ടി ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അളിയന്റേതാണ്. ഏക്കറിന് തുച്ഛമായ തുക ഈ രാജഗോപാലൻ കൊടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാ ഇഷ്ടദാനം തന്നെ. അല്ല, ഈ തമ്പാനും MC പോളും രണ്ടും 2 വഴിയല്ലേ? അതെ, ആ 2 വഴി കൂടെ സഞ്ചരിക്കേണ്ടി വരും നമുക്ക്. ആ രാജഗോപാലന്റെ കൊങ്ങയ്ക്ക് പിടിച്ച അവ ഉള്ള സത്യം പറയല്ലേ. അയാൾ ഈ പട്ടണം ഭരിക്കുന്ന പോലീസേമാന. അങ്ങനെ എളുപ്പം കയറി പിടിക്കാവുന്ന കുരവള്ളി അല്ല അയാളുടേത്. പക്ഷേ വേണ്ടി വന്നാൽ നമുക്കത് കയറി പിടിക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുമായിരുന്നു എല്ലാരും. അല്ല, ഇതെന്നാ പറ്റി? സ്മോളിംഗ് ഒന്നുമില്ലേ? ഇല്ല, ഞങ്ങള് നോമ്പില. നോയമ്പോ തമ്പിച്ചായം പോവാണോ? കാർഷൂൺ വരെ ഒരാളെ കാണാറുണ്ട്. തമ്പി സാറേ, ഞാനുണ്ട്. വാ വാ. ഇതെന്നാ കുഞ്ഞച്ച എല്ലാരും കൂടി ഒരു നോയമ്പ് കൂടി? ഇതെന്തോന്നാ ഡീക്കെ? ഒരു നേർച്ചയാ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പങ്കുവെച്ചോടം തുടങ്ങി. അത് ലാഭത്തിലാവുന്നവരെ വെള്ളോടി വേണ്ടാന്ന് വെച്ചു. ആശയടക്കം പുണ്യമെന്നാണല്ലോ പഴമക്കാര് പറയുന്നത്. അതെന്നാടാവി എന്നെ കൂട്ടാതെ ഒരു പങ്കുവെച്ചോടും? ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന്? പ്രോഫിറ്റ് കയ്യിൽ വരട്ടെ, നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. കുഞ്ഞച്ചാ, ആ TV എന്ന് വെച്ചാട്ടെ. എന്നതാ വാർത്തകളെന്നറിയാവല്ലോ. ഞാൻ ഇറങ്ങുക. വല്ലാത്ത ബാക്ക് പെയിൻ, എന്നറിയില്ല. റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്ന് നടുവലക്കിയതാണോ അണ്ണാ? ഓഹോ, അതറിഞ്ഞോ? അവിടെ ഇവിടെയും കിടന്ന മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാശ് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു. ഈ പണിയെന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞി കുടിച്ച് കിടക്കണ്ടടാ മോനെ. വേണം വേണം, നാളെ കുറിച്ച് ഓർമ്മ വേണം, കൂട്ടി വെക്കാൻ വേണം. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബ്ബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം. ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ യോഗം കാണത്തില്ല. അങ്ങനെ വരാതെ നോക്കിയാൽ മതി. ചെല്ല്,
എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് ആ നടു ഒന്ന് തിരുമിക്ക്. ടി കെ വല്ലതും പറഞ്ഞോ? തന്തയില്ലാ കഴിവറന്മാരെ നാടാ കുഞ്ഞച്ച നമ്മുടേത്. മങ്കൊമ്പിൽ ചാക്കോ പോൾ, അതായത് MC പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പല. ആരാ വർഗീസേ? ഡേവിഡാ? ആ വാടാമോനെ വാ. കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ. അവക്ക് ഈ പരാതി കൊടുത്ത് തന്നെയല്ലയോ. ഇതിപ്പോ സാറേ ആ കൊച്ചിനെ, എന്തോ എന്റെ പേര്, ആനി, അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെയാ. ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നോണ്ട് സത്യത്തെ എനിക്കല്ലയോ. ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ. എന്നാണേലും സത്യ ഒരു ദിവസം വെളിയിൽ വരുമല്ലോ. ഇനിയിപ്പൊ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ, ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ. പിന്നെ എന്നാത്തിനാ സബ് ജയിലിൽ വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത്? എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന്? ആനയെ കൊല്ലാൻ ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളയ്ക്ക് കാശ് കൊടുത്തത് എന്തിനാണെന്ന് നീ വേണ്ടാന്ന് പറയുന്നത്. ഇവൻ MC പോളിന്റെ ആടുതല്ലി മണ്ണന്തല വർഗീസ്. ഇവനാണ് ജയിൽ വാർഡൻ ചന്ദ്രൻപിള്ളയുടെ കൈക്കൊണ്ടേ കാശ് കൊടുത്തത്. അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന്. MC പോളിന്റെ അനുവാദമില്ലാതെ മുള്ളാൻ മുണ്ടുപൊക്കത്തില്ലേ വർഗീസ്? ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങളി കളിച്ചിട്ടും കാര്യമില്ല. മോനെ കൊന്ന് ആരായാലും ഒരുപോലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം. പിളർന്ന് അസ്ഥിവാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി MC പോൾ തന്നെ ഒലിച്ചതാന്നോ മോനെ? ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ, ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോയത്? നിർത്ത. ഇനി ഓരോന്ന് വിളിച്ച് കൂവല്ലേ നീ? വിളിച്ചു കൂവുന്നതും പുറപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ. സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ. മങ്കമ്പിത്രമാറ്റൻ അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ. പോലീസിൽ ഇപ്പോഴും തത്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ട്. ആ ജയിലർ ചന്ദ്രൻപിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം. ദേവിടെ കുഞ്ഞെ, നീ പറഞ്ഞത് മുഴുവൻ സത്യമാ. എന്റെ മോനെ ആര് കൊന്നുള്ളതല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ആ പെങ്കൊച്ചിന് എല്ലാ കഥകളും അറിയാം. അവിടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നി ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം. അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കന്റെ കുഴിതോണ്ടല്ലാവും. അതോടെ നാറും. നീ പറഞ്ഞ അസ്ഥിവാരം തകർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും. ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടിയാവുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴികം കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെപ്പോലുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 30 കാശിന് ആ വിപ്ലവകാരിയെ ഒറ്റിക്കൊടുത്തവന്റെയും വിധി എഴുതി കൈ കഴുകിയവന്റെയും പടങ്ങള് ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്ക്. നസ്രാണികളുടെ ഇടയൻ, മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ. വർഗീസേ, അവനെ വാഴിക്കല്ലേ, വെച്ചു വാഴിക്കാൻ കൊള്ളുകലവൻ. മതി മതി ഈശോയെ, ഇതിപ്പോ എത്രാമത്തെയാ? മതി. ആണ്ട കിടക്കുന്നു. ചേട്ടാ, ഞാൻ എന്റെ കോട്ട ക്ലബിൽ നിന്ന് അടിച്ചോണ്ട് വരുമായിരുന്നില്ലേ? അപ്പോഴാ ഈ കുരിശിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. എടാ കള്ളുകൂടിയും പോക്കറി, നിനക്കെന്നെ കാണണമെന്നുള്ള വിചാരമില്ല. ഞാൻ നാണമില്ലാതെ വന്ന് കേറുമ്പോ കുറച്ചു നേരം അടുത്തിരിക്കാൻ വയ്യല്ലേ? എന്നതാടി ആനിയമ്മ നീ ഇങ്ങനെ? നീ ഇവിടെ അല്ലേ? ഓ, ഞാൻ കാണുമല്ലേ രണ്ടിന്റെ സ്നേഹം. നല്ല സ്നേഹവാ. എനിക്കറിയാൻ മേലെ ഇവിടെ ഇവിടെ പൊറുക്കുന്നത് എങ്ങനെയാന്ന്. സാറേ, ഒരെണ്ണൊഴി, ഒരു ചെറുത്, ഒരു 90. നല്ല വച്ചല്ലേ? ശരി, ഒരെണ്ണം. ഓ ചേടാ, ഇനി താവച്ചേ. അയ്യടാ, ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടടാ മോനെ. ഇതെടുത്ത് നിനക്ക് തോന്നിയ പോലെ ഒഴിക്കണം അല്ലേ? എടാ സുഖ, ജനറേറ്റർ ഇടാ. സുകുമാരാ, ഈ ചെറുക്കൻ എവിടെ പോയി? ഓ, എന്നാ കറണ്ട് പോയത് കണ്ടില്ലേ? ആ വിളക്കും കൊണ്ട് അവിടെ എങ്ങാനും കുത്തിയിര്. തട്ടി തടഞ്ഞ് വീഴണ്ട. ഞാൻ പോയി ജനറേറ്റർ ഇടാം. ആ ഇന്ന് രാത്രി ശിവരാത്രി, നാളെ രാത്രി അർദ്ധരാത്രി. എന്നടാ? താഴോട്ട് ഇറങ്ങണ്ട, ഒരു ടീം അകത്തോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾ അകത്തോട്ട് പോയിക്കോ.
സാറാ ഇല്ലടാ മോനെ, ഒന്നുമില്ല. ഞാൻ വണ്ടി ഇറങ്ങി. ആ ഡി കെ എവിടെ? മുകളിലുണ്ട്. എന്താ ഡി കെ ഇത്? ആരായിരുന്നു അവര്? എന്തായിരുന്നു ഉദ്ദേശം? ദേശം വെട്ടിക്കൊല്ലാൻ. കണ്ടില്ലേ ഒരുത്തൻ കിടക്കുന്നത്? വടിവാളിന് കീറി മുറിക്കാനേ കഴിഞ്ഞുള്ളൂ. ചങ്കറപ്പുള്ളതുകൊണ്ട് ജീവൻ പോയില്ല. പിന്നെ ആരാന്ന്? പേരും മേൽവിലാസവും പറഞ്ഞ് ഷെയ്ക്കാൻ്റെ തന്നിട്ടല്ലോ കാശിന് കൊല്ലാൻ നടക്കുന്നതും പണി തുടങ്ങുന്നത്. സാറാ, ആനയെ കൊണ്ട് നീ ഒന്ന് വെളിയിലോട്ടല്ലടി. തമ്പി സാറേ, പുറത്തേക്ക്. എന്നെ തീർക്കാൻ കാശ് കൊടുത്ത് പിള്ളേരെ വിട്ടത് ആരാന്നറിയാൻ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കാർ കൊടുത്തൊന്ന് ഇറങ്ങിയാ മതി. അതിനിനി സമയമുണ്ട്. പക്ഷെ എനിക്ക് അറിയേണ്ടത് വേറെ ചില കാര്യങ്ങളാ. അത് പറയാൻ തനിക്ക് കഴിയൂ രാജഗോപാല. ഞാനോ? ഡി കെ, നീ എന്തായി പറയുന്നേ? നിന്നോട് മറച്ചു വെക്കാൻ എനിക്ക് എന്നതാടാ രഹസ്യ കളിയാ? വിളിക്കരുത് അങ്ങനെ. അത് കൂട്ടുകാർ സ്നേഹം മൂക്കുമ്പോ വിളിക്കുന്ന പേരാ. നീ എന്റെ സുഹൃത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കിഷ്ടമില്ല ആ സൗഹൃദം. പറ രാജഗോപാല, ചുണ്ടൻ ബൈജു നിന്റെ പേരാ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അവൻ അറിയില്ല. ആർക്കു വേണ്ടിയാ നീ അവനെ സെറ്റപ്പ് ചെയ്തത്? പുതുപ്പള്ളി താൻ മേടിച്ച തോട്ടം തമ്പാ ജോസഫിന്റെ അളിയേണ്ടതാ. അതെനിക്കറിയാം. പറ, ഏതൊക്കെയാണ് കണ്ണികൾ? ആ ചങ്ങല എവിടം വരെ നീളും? എന്നും ഒളിക്കാൻ കഴിയില്ല എവിടെയും എന്നെനിക്കറിയാൻ ഡി കെ. നക്കാപ്പിച്ച കൈക്കൂലി വാങ്ങുന്ന നാറിയൊരു പോലീസ് ഓഫീസർ ആയിരുന്നില്ല തന്റെ പഴയ ഫ്രണ്ട്. ഒരുപാട് കാലം കൊണ്ടുണ്ടാക്കിയ ആ സൽപ്പേരെ ഒരു വലിയ തുകയ്ക്കൊരാൾ വില പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ വിറ്റുപോയി. നീ പറഞ്ഞ റബ്ബർ തോട്ടത്തിന് പകരം. ആർക്ക്? തമ്പാൻ ജോസഫിന്. സുഹൃത്തുക്കളെ, ഇനി രണ്ടായി ചേരി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കേണ്ടി വരില്ല സുഹൃത്തുക്കളെ. മങ്കൊമ്പ് വീട്ടിലേക്കുള്ള എന്റെ വരവ് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. നമ്മൾ ഇനി ഒന്നാണ് സുഹൃത്തുക്കളെ. ലേനം എന്റെ സ്വപ്നമാണ് തമ്പാനെ. നമ്മുടെ പ്രവർത്തകന്മാരും തിരുസഭയും നമ്മുടെ എല്ലാ ബന്ധുക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചൊരു പ്രസ്താവന, അതിന്റെ മേലിൽ കെട്ടിപ്പിടിച്ചൊരു പടം. നാളത്തെ മെയിൻ സ്റ്റോറി എല്ലാ പത്രക്കാർക്കും അത് തന്നെയാവും. എല്ലാവരും സ്പേസ് ഇട്ടേച്ച് വെയിറ്റ് ചെയ്യുക. പക്ഷെ അതിനു മുമ്പ് നമ്മൾ തമ്മിലൊരു ധാരണയിൽ എത്തണ്ടേ? എന്തോന്ന് ഇത്ര വലിയ ധാരണ? ഇറങ്ങിപ്പോകുമ്പോ താൻ വിട്ടിട്ട് പോയ എല്ലാ സ്ഥാനമാനങ്ങളും തിരികെ വരുമ്പോഴും തനിക്ക് കിട്ടും. അത് പോരല്ലോ പോൾ സാറേ. ഞാൻ പഴയ സ്ഥാനവും മാനവും കിട്ടുമോ എന്നറിയാൻ വന്നതല്ലോ. വില പറയാൻ വന്നവനാ ഞാൻ, വിൽക്കാനല്ല. ഞാൻ ചോദിക്കുന്നത് എന്തും തരാൻ തയ്യാറായിട്ട് വേണം പോൾ സാർ അവിടെ ഇരിക്കാൻ. വില പറയാനോ? നീയോ? എടവേ, രണ്ടു മുന്നണിയിൽ നിന്നും വെളിയിലായി ഇപ്പൊ ഏറിൽ നിൽക്കുന്ന നിനക്ക് ഇനിയുള്ള കാലം നിയമസഭയ്ക്കുള്ളിലെ കുളിര് കൊള്ളണമെങ്കിൽ നിരുപാധികം ഈ കാലിൽ വീണ് ലയിക്കാം. കണ്ടീഷൻസുമായിട്ട് വന്നിരിക്കുന്നു. അതെ MC പോൾ, കണ്ടീഷൻസ്. അത് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് കഴിയും. അതെന്താണെന്നൊന്ന് കേൾക്ക്, ചുമ്മാ. ഓ ആയിക്കോട്ടെ, തമ്പാൻ സാർ പറ. കടുത്തുരുത്തി ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആൾ സ്ഥാനാർത്ഥി. ലയനം കഴിഞ്ഞാൽ പാർട്ടിയുടെ റബ്ബർ സ്റ്റാമ്പ് ചെയർമാൻ നിങ്ങൾ, ജനറൽ സെക്രട്ടറിഷിപ്പ് എനിക്ക്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ എനിക്ക് മിനിസ്റ്റർഷിപ്പ്, അതും റവന്യൂ. ചിരിച്ചു തള്ളാതെ പോളച്ചായ. ട്രംപ് കാർഡ്.
തുറുപ്പ് ചീട്ട് കൈ വെച്ച തമ്പാൻ ജോസഫ് ഇരിക്കുന്നത്. നിങ്ങളുടെ കൂടും കുടുക്കിയും എല്ലാം കൂടെ വെട്ടാൻ പോകുന്ന തുറുപ്പ്. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയത്തിൽ സുപ്രധാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലയന സമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് തമ്പാൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള മലങ്കര കോൺഗ്രസ് ടി ഗ്രൂപ്പ് MC പോൾ അധ്യക്ഷനായ ഔദ്യോഗിക വിഭാഗത്തിലേക്ക് ലയിക്കുന്നു. ലയന പ്രഖ്യാപന വേദിയിലേക്ക് കേരളം മുഴുവൻ ഈ ചരിത്ര മുഹൂർത്തം ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികം വാക്കുകൾക്കിവിടെ പ്രസക്തിയില്ല. നിങ്ങൾക്ക് കാണാം, ഈ വേദിയിലിരിക്കുന്ന എന്റെ സഹോദരനും മലങ്കര കോൺഗ്രസിന്റെ പ്രമുഖനായ പടനായകനുമായ ശ്രീ തമ്പാൻ ജോസഫും അനുയായികളും ഇതാ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കർഷക കേരളത്തിന്റെ അത്താണിയായ ഈ പ്രസ്ഥാനം ഈ കൂടിച്ചേരലോടുകൂടി പൂർവാധികം കരുത്തോടെ പ്രസക്തിയോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണ്.